അത് കയറി ആദ്യം അതിന് പൈസ കൊടുക്കണ്ടല്ലേ? ഇത് എന്തിനു കാണിക്കുന്നത് എനിക്കറിയത്തില്ല. ഇത് എന്തായിരുന്നു വട്ടത്തിൽ ചുറ്റി കളിയാ ഇവിടെ വന്നിട്ട്. അപ്പാപ്പാ ഇത് കേറാൻ പറ്റുന്നില്ല. ഇത് എന്തിനു വട്ടം ചുറ്റി കളിക്കുന്നത് ഇവിടെ? ഡോറിന്റെ കറക്റ്റാടാ. വീലിന്റെ ഡോറിന്റെ ഇടയ്ക്ക് കേറിയോ കേറിയോ? ഇപ്പൊ കറക്റ്റായിട്ടേ പോണത്. എടാ ഇതിന് ടയറിന്റെ എവിടെ വന്നിട്ട് കേറ്. ടയർ ആ കറക്റ്റാണ്. നീ കേറ്. ഓക്കെ സെറ്റ് വിട്ടോ. അപ്പാപ്പ എനിക്ക് യാത്രയൊക്കെ കൃപയാന്റി പറയണ്ട വിട്ടോ. ഇജി എന്തിനാ വണ്ടി ഇപ്പൊ സ്ലോ ആക്കിയത്? ഈ അപ്പാപ്പ എന്തിനാണ് സ്ലോ ആക്കിയത്? ഇപ്പൊ അടുത്ത ആൾ അടിച്ചോ വിട്. അപ്പാപ്പ പൊങ്ങുന്നില്ല. അപ്പാപ്പ റിവേഴ്സ് ആണ് പോണത്. നൈറ്റ് ബ്രോ താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ് ബ്രോ. താങ്ക് യു സോ മച്ച്. ഇത് നടക്കൂലടേ, ഇങ്ങേരെ കൊണ്ട് ഇത് നടക്കൂലടേ. ഇത് ഇങ്ങേരെ കൊണ്ട് പൊങ്ങത്തില്ല. എനിക്ക് അറിയൂടാ. ഇത് ചന്ദ്രനിലൊന്നും പോകൂല. ഇത് ഇവിടുന്ന് മറ്റേ അവർ ചെല്ലിയാട് മല പോലും കയറുമോ തോന്നില്ല. കാറിലോ അപ്പൊ 2 വട്ടം ഇറങ്ങി അപ്പാപ്പ. നിങ്ങൾ ഇന്നങ്ങാടെ പൊക്കൂ. ജനശതാബ്ദിയിലാണ് അവിടെ സ്പേസിലോട്ട്. കൊള്ളാടാ. ഇതൊക്കെ ഇത്ര നാളായിട്ടും ഒരു മാറ്റം ഇല്ലാത്ത ഒരൊറ്റ പയ്യൻ നീയാണ്. കേവിയല്ല ഞാൻ കുറച്ചുകൂടി പ്ലെയിൻ അങ്ങോട്ട് അവനെ കാര്യം പറ്റി. ഓ പൊങ്ങി രക്ഷ പൊങ്ങിയില്ല. ഓടുന്നുണ്ട് പൊങ്ങി അപ്പാപ്പന്റെ പൊങ്ങി. എന്തൊരു പൊക്കൊക്കെ പൊങ്ങിയത്. കളിയാ തലയടിച്ച് ചത്ത കേട്ടത്. അതാ ഇങ്ങനെ ദൈവമേ 3 വർഷത്തെ കാത്തിരിപ്പിട്ട് പൊക്കിയിട്ട് താഴോട്ടിറക്കുന്ന പറന്നുപോയാ മതിയോ? അയ്യോ ചത്ത് ചില്ലിയുടെ വര കയറി പോണു ഇയാള്. ഇത് അപ്പാപ്പൻ വേറെ ഇത് എങ്ങോട്ട് പോണത് ഇപ്പം? ഇത് ചന്ദ്രനിലത്തും അല്ലടാ. റീസ്റ്റാർട്ട് ആയിട്ട് വഴുകിയ താഴെ ഇറക്കാൻ നോക്കുന്ന ഈ കിളവര് വണ്ടി ഓടിക്കാൻ പുറത്താല് പറഞ്ഞോടാ. ഞാൻ കാല് കൊടുത്തത് ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും മോശപ്പെട്ട ഡ്രൈവർ എന്നാണ്. ഇങ്ങനെ അതിന് ഇത് വളരെ മോശം. CID മൂസ തന്നെ അത് സത്യം. സെർവർ റീസ്റ്റാർട്ടും കിട്ടി. സന്തോഷം. എല്ലാരും മെമ്പർഷിപ്പ് എടുക്കേണ്ടവരൊക്കെ എടുക്ക്. സന്തോഷമായില്ലേ?
അയ്യോ എടി വല്ലാത്തൊരു ചന്ദ്രയിൽ പോക്കായിരുന്നു. മേലെ വണ്ടി തൊട്ടോ വേണ്ട നിങ്ങളെ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മേലെ തൊട്ടോ അയ്യോ എടി വെച്ചേച്ച് ഇവിടെ അതിനേക്കാൾ സ്ലോ എന്നിട്ട് വാ സമയമുള്ള വാ വേറെ ഒരുത്തനെ വേണ്ട വാ അയ്യോ അയ്യോ റേഡിയൊക്കെ പൊങ്ങിയാ മതിയായിരുന്നു. റേഡിയോ 67 അല്ലേ? ആ 67 ആണല്ലേ. നീ എങ്ങനെ ഞാൻ സ്ക്രീൻ ഷെയർ ഇട്ടിട്ടുണ്ടോ അവിടെ? ഇല്ലല്ല എന്റെ ലിയോ ഞാൻ റേഡിയോക്കകത്ത് ഉണ്ടായിരുന്നു ചകന്നതിനൊക്കെ. ഇല്ല ഞാൻ ആ റേഡിയോ കയറിയില്ലെന്ന് നിനക്ക് ഇങ്ങനെ മനസ്സിലായി? അതല്ല ഞാൻ റേഡിയോ 67 അല്ലേന്നാ ചോദിച്ചത്. അങ്ങനെ വേഗം വാ വാ. ഞാൻ കയറി അടുത്താളെ വന്ന് താഴെ വര ഓടി വരുന്നു. അമ്പത്തൂര് വന്നു. എന്നാ എന്നെ പൊക്കാൻ പറ. അപ്പൊ ഒരു പയ്യോടെ ചത്ത് കിടക്കും, അതിനെ രക്ഷപ്പെടുത്തിയില്ലെന്ന്. സൗത്ത് ശരിക്കും ചന്ദ്രനുണ്ടോ? പിന്നെ എനിക്ക് ചന്ദ്രല്ലാതെ പിന്നെ ഇവിടെ വെറുതെ പോവാനാ നമ്മള് പോണത്. ഉണ്ട് ഞാനുണ്ടാ ഒരു ഇതോടി ഇല്ല, ഒരെണ്ണോട് എടുക്കത്തില്ലേ അവര്? അപ്പം എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ മിലിറ്ററി ബേസിൽ നിന്നും കൂടുതലായിട്ട് പോകുന്ന സ്പേസ് ഇങ്ങനെയായിരുന്നല്ലേ അപ്പം ഇവിടെ വിഷയം? ഇതെങ്ങനെ കയറുന്നത് ഇതിനകത്ത്? അവൻ ഇവിടെ പോകുന്നിടത്ത് അവന് കേറാൻ എടാ നിനക്ക് കേറാൻ പറ്റൂലടാ. അടുത്തെടുത്തോ വാ. എന്റെ അമ്മ ഒരു ക്യാഷ് കുറച്ച് ഒപ്പിച്ചാരെങ്കിലും 10, 9, 8, 7, 6, 5, 4, 3, 2, 1. We have ignition. എന്റെ അമ്മോ വിഷയം, എന്റെ അളിയ വിഷയം. വിഷയം വെറും വിഷയം സാരം. അളിയോ ഏതല്ലേ പൊന്നോ.
വന്നോ അത് വെറും വിഷയം കേട്ടോ അത്. അപ്പൊ ഈ ഒരു സ്ഥലത്തെ നമുക്ക് വേണമെങ്കിൽ ഹെൽമെറ്റ് താൽക്കാലികമായി കുറച്ചേരം ഊരാം. FPP ഇപ്പൊ മാറ്റണ്ട. ഈ ഒരു ഏരിയ മൊത്തം കണ്ടിട്ടുണ്ടോ ഇത് മൊത്തത്തിൽ? ഞാൻ എന്റെ അകത്ത് കേറിയിട്ടേ ഇല്ല. ഡോറ് തുറക്കും. പ്രശ്നമല്ലേ? അത് പ്രശ്നം ഹെൽമെറ്റ് ഇവിടെ പ്രശ്നമില്ല. ഇതിന് ഒരു കാര്യം നമുക്ക് ആദ്യമേ ജസ്റ്റ് ഒന്ന് അപ്പുറത്തോട്ട് പോയിട്ട് ഇപ്പുറത്തോട്ട് വരാം. എന്താ പറയുന്നത്? എവിടെയാണ്? ഇവിടെ കണ്ണു വെച്ച് നോക്കിയിട്ടേ ഇൻട്രാക്ട് അടിച്ചോ. എന്നിട്ട് മറ്റേ മൂൺ സർഫസ് ഇല്ലേ, മൂൺ സർഫസ് സെലക്ട് ചെയ്തോ. സെറ്റായില്ലേ? ഓക്കെ, ഇനി തിരിച്ച് മറ്റേ സ്പേസ് സ്റ്റേഷനിലോട്ട് വാ. സ്പേസ് സ്റ്റേഷനിലോട്ട്. അയ്യോ അതെവിടെ? എനിക്ക് ഞാൻ എന്റെ അടി പെരഞ്ഞേ. അയ്യോ അയ്യോ ഞാനും കുടുങ്ങി. നിന്റെ അടി കുടുങ്ങി അപ്പാപ്പാ. വന്നു. അയ്യോ പറ്റുന്നില്ല. FPP അല്ല ഞാൻ. അത് FPP ആയിട്ടാണ്. ഇപ്പുറത്തോടെ നോക്കിയാണ് വെളിയിലായി. പാപ്പ ഞാൻ വെളിയിൽ വന്നത് എങ്ങനെ? അയ്യോ ഇതൊക്കെ സ്ലോ മോഷൻ. എനിക്ക് ഓടാൻ പറ്റുന്നില്ല. ഗ്രാവിറ്റി ആയിരുന്നു അത്. സ്ലോ മോഷൻ ആയിപ്പോയി. ഇവിടെ വിഷയം കേട്ട ഗ്രാവിറ്റി ഒക്കെ. ദൈവം വന്ന് പോയി വണ്ടി തന്നിട്ട് പോയി എടുത്ത് പൈസ എടുത്തോളാൻ പറഞ്ഞു. എടാ റൈറ്റ് കൺട്രോൾ. വാ അല്ല ഞാൻ കാര്യം റൈറ്റ് കൺട്രോൾ അടിച്ചിട്ട് എവിടോട്ടാണ് പോയണ്ട? നമ്മ ഫ്ലഫി തന്നില്ലടാ. കയറിയിട്ടില്ല. അല്ല അപ്പാപ്പ ഇതിപ്പോ എങ്ങോട്ടാണ് ഇനി? ഇങ്ങോട്ട് തന്നെ പോളാ. നിങ്ങളെ സ്പേസിൽ നിക്കണ ഞങ്ങൾ ഇച്ചിരി പൈസ എടുത്തിട്ട് ഇതായിരുന്നു. എടാ നിന്റെ അടുത്ത് ആരെല്ലാം ഉണ്ടല്ലോ? എന്റെ അടുത്ത് ഇക്രൂമാരുണ്ട്. ഫ്ലഫി വരാൻ വന്ന അവിടെ ഇല്ലല്ലോ. സെറ്റല്ലേ? അതെ, നമുക്ക് ആദ്യമേ മറ്റേ സ്പേസ് സ്റ്റേഷൻ മൊത്തം കണ്ടിട്ട് തിരിച്ചു. പൈസ അയച്ചവർക്ക് നന്ദിയുണ്ട്, പക്ഷെ കുറച്ചും കൂടി വേണം കേട്ടോ. 5 ലക്ഷത്തി ഇത്ര വേണമായിരുന്നു നേരത്തെ. പറയുന്നേക്കാലോ. ഹലോ ഹലോ കേക്കാം. ഓക്കെ ഇവിടെ മാസ്ക് ഊരിയാ മരിക്കൂ. ഇവിടെ മാസ്ക് ഊരിയാ മരിക്കൂടാ. അതുകൊണ്ടല്ലേടാ മാസ്ക് ഇടാൻ പറഞ്ഞ. നീ മണ്ടനാണ്. നീ ഒരു കാര്യം ചെയ്തു. മാസ്ക് ഊരി വെക്കും. എന്ത് പറ്റുമെന്ന് അറിയണോ? മാസ്ക് ഊരി വെക്കും. ഇതില് എവിടെയാണ് കിടക്കുന്നത്? ഞാനല്ലേ എത്ര പേരോട് നോക്കുന്നത്. എനിക്ക് അവിടെ എവിടെ ഓർമ്മയില്ല. അവിടെ സിറ്റിസൺ ആക്ഷൻ ഇല്ല. അവിടെ മറ്റേ ജനറൽ ആക്ഷന്റെ അകത്ത് വന്നത്. ഞാൻ സിറ്റിസൺ ആക്ഷൻ എടുത്തോണ്ട് കാണുന്നില്ല. ജനറൽ ആക്ഷന്റെ അകത്ത് റീൽ അടിച്ചിട്ടുണ്ട്. അല്ല, സിറ്റിസൺ ആക്ഷന്റെ അകത്ത് റീൽ അടിച്ചിട്ടുണ്ട്. സൗത്ത് എന്താണ്ടാ? സൗത്ത് തിരിച്ച് മേളിലോട്ട് പോയിട്ട് അയ്യോ അത് മാറിപ്പോയി. 50 കൊടുത്ത നിന്റെ കൊച്ച സോമാരെ ഞാൻ വെട്ടി വെക്കും ഇവിടെ. 50 ചത്ത്. അവന് പഠിച്ചു. നമുക്ക് തിരിച്ച് അകത്ത് കയറിട്ട് സ്റ്റേഷൻ പോയിട്ട് വരാം. എനിക്ക് ഫുഡ് എന്റെ ഇല്ലടാ. എന്റെ ഇല്ല. ഞാനേ അപ്പാപ്പന്നെ തെണ്ടിയാണ് മേടിച്ചത്. അപ്പാപ്പാ നോക്കളെ ഫുഡ് തരാവോ? ഫുഡ് എന്തേലും സത്യമായിട്ടും ഇല്ല. എന്റെ അവസാനത്തെ 2 സർക്കര നീ ഇന്ററാക്ട് ചെയ്യണോ? സ്പേസ് സ്റ്റേഷൻ പോക്കോ. സ്പേസ് സ്റ്റേഷൻ ഇന്ററാക്ട് ചെയ്ത അടുത്ത് വന്നിട്ട് എന്താ ചെയ്യണ്ടേ? അതില്ലേ? ഓക്കെ എന്താണ് ഇവിടെ ഹെൽപ്പ് ദൂരേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
സ്ലാഷ് അറ്റാച്ച് റോക്കറ്റ്. ട്രൈ ചെയ്തേ. അപ്പൊ അറ്റാച്ച് ആവും. അറ്റാച്ച് ആയി കഴിഞ്ഞ് സ്ലാഷ് ലോഞ്ച്. ആ ഓക്കെ ഓക്കെ. ഇതിന്റെ അകത്തോട്ടാണ് റെഡി. അല്ല അതിനകത്തല്ല, ഇത് ഓരോ സ്ഥലങ്ങളാ. ഓ ഇതിന്റെ സ്പേസ് സ്റ്റേഷന്റെ അകത്തുള്ള ഒരു സ്ഥലങ്ങളാണല്ലോ. ഓ ഇടത്തോട്ട്. ഓ അമ്പോ എന്റെ അമ്മോ എവിടെ വിഷയം കേട്ടാ. ഞാൻ പോയി, എന്റെ ജീവൻ പോയെന്ന് വെച്ച് ഞാൻ. ഭൂമി കറങ്ങുന്നുണ്ട്. അത് കേട്ടാ പയ്യെ നോക്കി കറങ്ങുന്നുണ്ട്. അനുകാതം കറങ്ങുന്ന കാണാൻ പറ്റും. ആ കറങ്ങുന്നുണ്ട്. എവിടെ എനിക്ക് പമ്പരം പോലെ നല്ല കറങ്ങുന്ന പയ്യയുടെ കറങ്ങുന്ന പയ്യെ നോക്ക്. എനിക്ക് കാണുന്നില്ലെന്താ. എടാ ഇപ്പൊ നിനക്ക് ഹെൽമെറ്റ് ഊരിയിട്ട് ശ്വാസം കിട്ടുന്നില്ലേ? അപ്പൊ ഓക്സിജൻ ഇതിന്റെ അകത്ത് സപ്ലൈ ഉണ്ട്, മനസ്സിലായോ? അതുകൊണ്ടാണ് AC കൂടി ഇവിടെ ഓക്സിജൻ കടത്തി വിടുന്നുണ്ട്, മനസ്സിലായോ? അറിയാമോ? പിന്നെ എന്തിനു മുന്നേ ചോദിച്ചത്? ആണോ? കൊള്ളാണ് എന്നെ ഇക്രൂമോനെ തമ്മിൽ തിരിച്ചറിയാൻ പോലും പറ്റൂല. എങ്ങനെ ഉണ്ടാക്കില്ല? ആഫ്രിക്ക തരക്കണ്ണ ഇത് നമ്മളെവിടെ നിൽക്കും? നമ്മുടെ ഗ്യാങ് പറ. എന്നാ നമ്മുടെ ഗ്യാങ് ഹൗസ് ഇതിൽ എവിടെയാന്ന് നോക്കാം നമുക്ക്. ഓ പിന്നെ ഉറപ്പായിട്ടും കാണാം. പക്ഷെ ഇപ്പൊ നമ്മള് ഇതിപ്പോ ആ ഭാഗം അല്ലടാ, ഇത് ആഫ്രിക്ക ഭാഗമാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇപ്പൊ കറങ്ങി വരണം. ഇന്ത്യയിലോട്ട് എത്തണം. കറങ്ങി ഇന്ത്യ എത്തട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. എടാ ഇന്ത്യ അല്ലല്ലേ അവള് പറയാ പോലെ സിറ്റിയിലല്ലേ? അപ്പൊ നമ്മള് US വരണ്ടേ? US വരട്ടെ. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ഇതിന്റെ അകത്ത് ഉറങ്ങാൻ പറ്റുമോ പാപ്പ? വല്ലതും അല്ലല്ല അങ്ങനെയല്ല. മറ്റേ എന്തിനാ സ്ലീപ്പ് ഉണ്ടല്ലോ, അത് പറ്റുമോ? എന്തിനാ അത് മേളിൽ കയറിയിട്ട് മറ്റേ സ്ലീപ്പ് അടിച്ച സ്ലീപ്പ് അടിച്ച് കിടക്കണം. ഇതിവിടെ കുറെ വരാറുണ്ട്. അതൊന്നും ആയിട്ടില്ല. പക്ഷെ അതിന്റെ ലോഞ്ചിങ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അത് വെറും വിഷയം. എങ്ങനെയുണ്ട് മൂന്ന്? അപ്പൊ ഈ സംഭവം ഇതൊക്കെ ഉണ്ടാക്കിയ ആളെ സംഭവിക്കണം. എന്റെ അമ്മ എന്ത് ചെയ്യാനാ? നോ പ്രോബ്ലം. താങ്ക് യു. ഓ അത് പയ്യ എന്നെ തള്ളുന്നത്. അത്രയ്ക്ക് കഴിവൊന്നും നമുക്കറിയാം. അങ്ങനെയൊക്കെ അത്ര വലിയ കഴിവൊക്കെ ഇല്ലെന്ന് എനിക്കറിയാം. ഓ പറ. കാർലോ ടിൻഡു മോനെ മിസ് ചെയ്യുന്നുണ്ടാ? ടിൻഡുനൊക്കെ കണ്ടിട്ട് കാലങ്ങളായി. പകരം വേറൊരു മോനുണ്ട്, സൗത്ത് മോനുണ്ട്, വേണമെങ്കിൽ ഇട്ടുതരാം. ചിരി സങ്കടമുള്ളൂ, അതിനൊക്കെ മറ്റേ ഇക്രും പോലും കൂടെ ഒരുമിച്ചൊക്കെ പൊക്കോളൂ, വേറെ നോക്കണ്ട. സത്യം ഇവര് രണ്ട് കൊണ്ട് ഒരേപോലെ ഒരുമിച്ചൊക്കെ പോകും. നമുക്കിനി എന്നാ മുന്നോട്ട് പോയാലോ? പാപ്പയുടെ പേര് AP പാപ്പൻ മാറ്റിട്ട് SP പാപ്പൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ എല്ലാരും. സ്വയം പൊക്കി. നമ്മൾ എറിഞ്ഞു പണ്ടത്തെ പോലെയല്ലേ, എല്ലാം പൊക്കും. എല്ലാവർക്കും എല്ലാം ഇപ്പൊ അറിയാം. പണ്ടത്തെ പോലെ വളർന്നു. എന്തോ ചെയ്യാ? സിനിമ സ്റ്റൈലിലൊക്കെ നടക്കുകയാണ്. നമുക്കല്ലേ അറിയാം ഇവിടെ ഗ്രാവിറ്റി കയറാനാണ് വയ്യാത്തത്. വേറെ കിടിലൻ പയ്യുണ്ട് അപ്പാപ്പാ. കാറിലൊക്കെ പറ്റിയൊരു മോനെ ഇവിടെ സെറ്റാക്കും. സൂര്യബോസ് എന്നാണ് പേര്. സൂര്യബോസ് ചന്ദ്രന്റെ മോനെന്നും പറഞ്ഞേ കാറിലൊക്കെ കൊടുക്കാൻ പോയി. ഇവിടെ
ഇവിടുന്ന് ഇന്ററാക്ട് ചെയ്യാ ഡോറിപ്പോ ഇന്ററാക്ട് ചെയ്യല്ലേ ഡോറിപ്പോ ഇന്ററാക്ട് ചെയ്താൽ ഭൂമി കുറെ നേരത്തെ ഒരു പയ്യൻ കിടന്ന് വിളിക്കുന്നുണ്ടല്ലോ എല്ലാരും. ആ ഹെൽമെറ്റ് ഇട്ടോ അയ്യോ സർഫസ് അല്ല മൂൺ സർഫസ് അതന്നെ മൂൺ സർഫസ്. ആ മൂൺ സർഫസ് ആഷിക് ബോസ്. അയ്യോ സൗണ്ട് കേൾക്കാല്ലോ രണ്ടുപേരുടെയും. സ്റ്റീവ് ബോസ് താങ്ക് യു ഫോർ ദ നിങ്ങൾ ഇത് വലിയ കോമഡി കൺട്രോൾ അടി കാർലോടെ കംബാക്ക് ഇല്ലേ വലിയ വെൽക്കം കൊടുക്കാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇരിക്കുവാ ആൾക്കാര് നോക്കുമ്പോ കാർലോ നടന്നതാ മറ്റേ കിടന്ന് നിരങ്ങി ക്രിമോനെ നോക്കി നടക്കണില്ലല്ലോ. സസ്പെൻസ് പൊളിച്ചാ എല്ലാം പൊളിഞ്ഞു. ഓ ഇവിടെ ക്രിമോനെ റൈറ്റ് കൺട്രോൾ അടിച്ചു നോക്ക്. ആ കോസ് ഞങ്ങള് പുറത്തുണ്ട് ഇതിന്റെ ராக்கெட் எல்லாத்தையும் நான் இப்பதான் பார்த்தேன் ഇതാര് മേളിലോട്ട് പോവാ. போலி சீரியஸாவே கேம் അതെ കാർലോ അവിടെ அந்த க்ளோப் பக்கத்துல ஆளு ஒரு வர eagle பறந்துட்டு பாத்தியா സൗത്തിന് കൊടുത്ത് വെൽക്കം ടു കാർലോസ് സൗത്ത്. എന്റെ ഫാൻസ് ആണെന്നോ എനിക്ക് പൂവൊക്കെ തരാൻ നിൽക്കുന്നു. എന്തിനൊക്കെ കാണാൻ അപ്പോ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഞങ്ങളിത് പുറത്തുണ്ട്. നാളെ കണ്ടിട്ട് എത്ര ഈ സത്യം ഈ നേരത്തെ മറ്റേ റേഡിയോയിൽ പറയുന്നത് ചന്ദ്രന് വരാൻ പറഞ്ഞിട്ട് അപ്പൊ ഇത് കാര്യമാണോ? പാവം വെൽക്കം എന്തായാലും കൊള്ളാം നന്നായിട്ടുണ്ട് നല്ല രീതിയിൽ അതിന്റെ ഒരു തീരുമാനം ഹലോ ഇവിടേക്ക് ഇത് ബോട്ടാടാ. ഇല്ലെങ്കിൽ ഇപ്പൊ കാര്യം കാര്യം പറഞ്ഞില്ലേ നമ്പർ ഒന്ന് എന്റെ നമ്പർ തന്നില്ലേ ഇല്ലില്ല ഞാൻ അപ്പാപ്പന നമ്പർ ഒന്ന് ഇവര് 101 പണ്ടേ വിട്ടാ നമ്പറാണ്. അണ്ണാ, അതാ ഇതൊക്കെ ഇവിടെ എന്റെ നമ്പർ പറ കാണാതെ സർക്കാർ നമ്പർ കിട്ടിയോ 250 250. അത് നിന്റെ അച്ഛന്റെ നമ്പർ. 240. നോക്കുന്നതാണോ? അണ്ണാ, അത് വെക്കണ്ട, ശരിക്കും ഭൂമി 410 മാറ്റിയോ അത് 240 ആണ് എന്റെ. ശരിയാണോ ഇവിടെ ഇങ്ങനെ ഒരു ഭൂമി അല്ലല്ല ഉണ്ടായിരുന്നില്ലേ? അമ്മ സ്വർഗരാജ്യത്ത് അമ്മന്റെ 2 ഇവനെ പോയിട്ട് പോയാണ്ടാ എന്റെ നമ്പർ എന്റെ അടുത്ത് പറഞ്ഞു തെറ്റിക്കാൻ അണ്ണാ, അത് വെക്ക്. ഒമ്പോ ഞാൻ പോട്ടെ ഇവിടെ നിന്ന് മറ്റേ സൂപ്പർമാന്റെ കഴിവുണ്ടായിരുന്നെങ്കിൽ നേരെ വെച്ചങ്ങ് വിടായിരുന്നു കൈയും വെച്ച്. അണ്ണാ, ഉണ്ട് ഇന്നൊന്ന് ഐഡി പറഞ്ഞു ID 67 200 അല്ല 67 ഈ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിന്നെ മറ്റേ ഇത് കീറി വലിച്ചു വെച്ചിട്ട് മറ്റേ കളിക്കും പിടിച്ചു ആ ശക്തി കിട്ടും സാറൊക്കെ സർക്കിന്റെ അവിടെ മറ്റേ ഇത് ആസിഡ് എന്ന് പറഞ്ഞ സാധനം കയ്യിരിപ്പുണ്ടോ ആസിഡ് അസറ്റോഡ് ഉണ്ട് ആസിഡ് ഉണ്ട് 5 എണ്ണം ഉണ്ട്. ഒരെണ്ണം കഴിച്ചു അപ്പാപ്പ എനിക്ക് പറഞ്ഞ ആശ്രയം കുഞ്ഞെ മോനെ കഴിച്ചു പിള്ളേര് കഴിക്കണ്ട. ഓക്കെ തിരക്കണ്ണ ഫോൺ ദാ അല്ല ഫോൺ പറക്കുന്നില്ല. അയ്യോ പാട്ട് കേൾക്കുന്ന പാട്ട് കേൾക്കുന്നത്. പൊടി എത്ര തന്ന് കളവൻ. ഒരു മാനുവൽ കാണാം അവിടെ. ഏതാ മൂട് പണിയൊന്നായി പോട്ടത്. വല്ലാത്ത പ്രശ്നമായി പോട്ടാ. വല്ലാത്ത പ്രശ്നം. നോർമലി സാധനം
പെട്ടെന്ന് തീരും പക്ഷെ മൂടായതുകൊണ്ട് ഇരട്ടി സമയം ഇത് തീരുന്നില്ല പാപ്പ. അതാ ഇവിടെ ഒന്ന് പാട്ട് തീർന്നിട്ട് എഫക്ട് തീരുന്നില്ല ഇവിടെ. ചുറ്റും നോക്കി ചുറ്റും ആര്യനെ കാണുമോ? മാര്യനെ കണ്ടിട്ടുണ്ട്. മാരിയ ആ മാരിയോനെ കാണാം. അതോടെ ഇപ്പൊ ഉണ്ട്. കേട്ടോ മാരിയോട്ട് എന്തിനാണ് ഇതിന് ബന്ധം? 2 വണ്ടി എടുത്തിട്ടാ. ഇവിടെ എങ്ങനെയാ നമ്മള് പോവാറ്? വണ്ടി ഇവിടുന്ന് വണ്ടി എടുക്കണം. അപ്പൊ ഇത് തീരുന്നില്ലേടാ. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ഇപ്പൊ തീരും. ദൈവമേ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അണ്ണാ ഈ സ്ഥാനം കിട്ടുമോ? അതെ ഓടാറങ്ങി. ഓ സെറ്റ് വണ്ടി ഇതാണോ വണ്ടി ഇവിടത്തെ? ഓ സെറ്റ്. രണ്ട് വണ്ടിയുണ്ട്. 2 വണ്ടിയിലോട്ട് കയറ്. അല്ല വേറെ നമുക്ക് വേറെ വണ്ടി ഒരു കാര്യം തിരക്ക് ഈ വണ്ടി കയറി. ഇത് കയറിക്കോ. റൈറ്റ് സൈഡിലെ വണ്ടി കയറിക്കോ. റൈറ്റ് അല്ല ലെഫ്റ്റില് ഏതിലും കയറിക്കോ. വണ്ടി എടുത്ത് ഓട്ടിട്ട് എവിടാ? കേറി വാ വാ. നടക്കാം സാഗർ നമുക്ക് ജോക്കി പെട്രോൾ അല്ലേ എടാ വണ്ടി കേറിയോടാ. 5 പേർക്ക് എന്തോ കയറാം ഒരു വണ്ടിയില്. 5 പേർക്കോ 6 പേർക്കോ കയറാം ഈ വണ്ടി തന്നെ. അന്നാ വണ്ടി എടുത്തോ. ജോണി ഇത് കയറിക്കോ ജോണി. പാപ്പ ഒരു ഡൗട്ട്. ഓ പർപ്പിൾ സാധനം ഉണ്ടല്ലോ നടക്കത്തെ. കേറുന്നില്ലേ ബാക്കി ഞാൻ അടിക്കാം. ലിയോ ഞാൻ അടിക്കാം. സാറിനോട് കയറിയില്ലേ 5 പേര് കയറിയില്ലേ? വണ്ടി ഫോളോ ചെയ്ത് നോക്കടാ. കിട്ടോ സാറൊക്കെ അവിടെ നേരെ പറഞ്ഞു നോക്കാം കേട്ടോ. നമ്മുടെ പോണ 100-ലാണ് വിശ്വസിക്കാറ്. മറ്റേ ആമ പോണ പോലെയാണ് പോണ. എന്നിട്ട് 100-ലതൊക്കെ എഴുതി കാണിക്കുന്നത്. സാറൊക്കെ സ്പീഡ് ഉണ്ട് സാറൊക്കെ. ഇത് ഇത്രയും വലിയ വാസ്റ്റ് ഏരിയ അല്ലേ, അതുകൊണ്ട് മനസ്സിലാക്കാത്ത ആണല്ലേ? കൺവീൻസിങ് തന്നെ. നിങ്ങൾ ഒരു സെക്കൻഡ് എങ്കിലും ഒരു വട്ടത്തേക്ക് ഒന്ന് വിശ്വസിച്ചാണ് ഞാൻ ഒരു 10 മിനിറ്റ് കണ്ണു കാണാൻ വന്നത്. റെന്റിന് ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടേ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നടന്നു വരണം എത്ര ദൂരം. അങ്ങനെ അത് സമയം മാറ്റിച്ച് മാറ്റിച്ചോ? ഇതിനെ മാറ്റിച്ച്. കാരണം റോക്കറ്റിന്റെ പോയാലും കുഴപ്പമില്ല. ഇത് പോയി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി ഇത്രയും സമയത്ത് ഈ സ്ലോ മോഷൻ നടക്കുന്നത്. അവിടെ ഒരു ഗ്യാസ് വണ്ടി ഒരു കിടക്കുന്നു. പച്ച ഒരു വണ്ടി. പ്രശ്നം അല്ല ഒരു സരക്കണ പച്ച വണ്ടി. വെള്ള ഷർട്ട്. അവിടത്തെ ബോട്ട് പെട്ടി അവനെ കൊല്ലണം. കൊല്ലാനും പറ്റൂല. മുമ്പിൽ പറഞ്ഞു പർപ്പിൾ ഇതൊക്കെ ആര്? ഒരു പാടാ ആൾക്കാർ ഓടി വരുന്നു. ഇത് ബോട്ടല്ലേ? ഇത് ബോട്ടല്ലേ? സർപ്രൈസിന് മേളിൽ സർപ്രൈസ് ആണല്ലോ പാപ്പ ഫുള്ള്. നിനക്കല്ല അവിടെ ഇങ്ങനെ ചെയ്തല്ലേ? അത് വിഷയം കേട്ടാ. അവിടെ കാസ്റ്റർ ഒന്ന് ആക്കിയിട്ടേ വിഷയം അത് വിഷയം. ഇതിന്റെ ചുവപ്പറേ കാര്യം പറഞ്ഞു. അബദ്ധം പറ്റി പറഞ്ഞു. ഇതിന്റെ ചുവപ്പറേ റെഡിയാക്കി വെച്ചിട്ട് നോക്കുമ്പോ അത് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ വേണ്ട, നമുക്ക് നാളെ കൊടുക്കാം. 2 ചുവപ്പയും പച്ചയുണ്ടത്. ഇരട്ട അത് പണിയാൻ പറയാം. അത് പണി അവിടുന്ന് വന്നപ്പോഴേ ബ്രോങ്ക് കണ്ടു പുള്ളിക്കാരെ. അത് ഇത്രയും സർപ്രൈസ് ഒരു 3 മിനിറ്റ് മുമ്പേ കൊടുത്തു. അതും ഇവിടെ മറ്റേ 3 മിനിറ്റ് വരേണ്ട സാധനം 10 മിനിറ്റ് ഇവിടെ എത്തത്തുള്ളൂ. 10 മിനിറ്റ് മുമ്പ് സർപ്രൈസ് ഇവിടെ വന്ന് റിയാക്ഷൻ ഇടേണ്ട അവസ്ഥയാണ്. ഓ അല്ല, അത് ആലോചിച്ച് നോക്കടാ. അവിടത്തെ കണ്ടിട്ട് റിയാക്ഷൻ ഇവിടെ വരേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതല്ലേ അത് നെറ്റണം കേട്ടോ. നമ്മുടെ നമുക്ക് സർപ്രൈസ് ഇല്ലാത്തൊരു അവസ്ഥയല്ലേ?
ഇത് ചന്ദ്രനെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് എങ്ങനെ റേറ്റ് എങ്ങനെയാണോടാ? ടാക്സ് ഒക്കെ കൊടുക്കണോടാ? എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ലല്ലോ ഏതാ അപ്പൊ അല്ല ഇത് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല അതോ അതാണ് ഇവിടുന്ന് പറത്തേ മതി മറ്റേ ചെമ്പിയത്തില്ല ഇവിടെ ചെമ്പിയ നേരെ നാട്ടിൽ വിടുള്ളൂ. അതിലോട്ട് പോയാ മതി. ഇതൊക്കെ കേട്ട ചെമ്പിയല്ലേ കാരണോ? ഞാൻ ഇത്രയും വലിയ പറഞ്ഞിട്ടൊരു സാധനം എടുത്ത് അടിച്ച് ഇവിടെ കണ്ടു കാണാൻ നടന്ന് ഓടരുത്. സ്പേസിൽ സത്യം സ്പേസിന്റെ അകത്ത് കിടന്ന് കറങ്ങുന്ന ആലോചിക്കാണ്. അതൊക്കെ ഞാൻ കള്ളതെന്ന് പറയാം ഇവിടുന്ന് ചെമ്പിയാനൊക്കെ പറ്റും പക്ഷെ വീടിന്റെ കടലിലോട്ടാണേ ഉള്ളു. കടലിൽ വീഴൂ എന്നൊന്ന് നോക്കണം പാപ്പ. എന്നാ ലാസ്റ്റ് പോകുന്നത് അങ്ങനെ പോയാൽ മതി. കടലിൽ വീണ് രക്ഷപ്പെട്ടാ മതി. അത്രേ ഉള്ളു. പിന്നെ ചിലതൊക്കെ കൈ നടുമ്പോ ചിലപ്പോ തെറ്റും. കടലെന്ന് പറയട്ടെ, കടലെന്ന് പറയാ കടലിലല്ല വീഴുന്നത്. അപ്പാപ്പ നിങ്ങള് കള്ളരാണ് സംഭവിക്കണം. നമ്മള് വന്ന വഴിയിലോട്ട് നോക്കാൻ പറഞ്ഞായിരുന്നു. നമ്മള് വന്ന വീട്ടിലോട്ട് നോക്കാനോ? നോക്കണോ? വണ്ടി പോണതല്ലേ അല്ലത്, നടന്നു പോയതൊന്നും എത്തൂലല്ലേ. അപ്പൊ കുറച്ചുകൂടെ സർപ്രൈസ് ആവണം. അതെ അതെ, അത് അത് അരമണിക്കൂർ മുമ്പേ സർപ്രൈസാ. ഇവിടെ മുന്നോട്ട് നോക്കിയാ മതിയോ? ഇവിടെ നിന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുക കാണുന്നില്ലല്ലോ ഒന്നും. അതാ എന്തിനു വരുന്നു. ആ ഇത് മറ്റേ രണ്ടാമത്തെ അല്ലേ? ഇത് പ്രതീക്ഷയിലായി സാറാ. ഇത് മാറ്റമുണ്ടല്ലോ, കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ ആദ്യമുള്ളതിനേക്കാളും. കറക്കണതാ എന്റെ ഗോൾഡ് തോ. പിന്നെ എന്തൊരു കാര്യം. ഐ ആം സ്റ്റഡിയിങ്. നാളെ ദിവസം നമ്മൾ കാർല സ്പേസിൽ എയറിലേക്ക് എന്നാ ഭൂമിയില് നിങ്ങളെ കാണുന്നുണ്ടെന്ന് നോക്കിയാണ്. സൗത്തിനെ പരിചയപ്പെട്ടായിരുന്നോ? ആ കാർ ഓട്ടിക്കുമ്പോ ഗ്രാവിറ്റി ഇല്ല കേട്ടോ. അത് കാണുന്നില്ലേ? ഉണ്ടെന്നാ വിചാരിച്ചേ. കാണും. എന്ത് ഗ്രാവിറ്റി? അത് ശരിയാ. അത് പോയിട്ട് നോട്ടറാ ഓ പിന്നെ സർപ്രൈസ് ആയിട്ട് ഇല്ലേ? ആ എന്നാ ചെറുതായിട്ടൊക്കെ ഞാൻ പിന്നെ ചുമ്മാ തട്ടി വിട്ടല്ലേ അണ്ണാ വണ്ടി ഓടിച്ചു. നമ്മള് കുറ്റം പറഞ്ഞു അണ്ണാ ഓടിച്ചു നോക്ക്. പക്ഷെ കൊള്ളാം അണ്ണാ വണ്ടി ഓടിക്കേ. എന്താ പറഞ്ഞേ? നല്ല സ്ലോ എടാ, നല്ല സ്ലോ അല്ലേ ഇത്? അങ്ങനെയാണ് മൂണില് ഗ്രാവിറ്റി ആണത്. അതിന്റെ അത് മനസ്സിലാക്ക്. നല്ല സ്ലോ എന്താ അവിടെ അനങ്ങല്ലേ തുരുമ്പിലും കേറി പിടിക്കണം നിനക്ക്. അതല്ലേ നിന്റെ ആഗ്രഹം അതല്ലേ? നിനക്ക് ഇപ്പൊ എന്നെ കേറി പിടിക്കണം. പിടിച്ചിട്ട് പോകും. സ്റ്റോണി ബ്രോ വെൽക്കം ടു സ്ട്രീം. അത് അവര് എന്നെ ഹഗ് കൊടുക്കണമെന്ന് വിചാരിച്ചതാ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അവരോട് ഇപ്പഴാണ് നടന്നത്. കെട്ടിപ്പിടിച്ചോടങ്ങിട്ട് ഇച്ചിരി നേരമായി. ഇവിടെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പഴാണ് കഴിഞ്ഞത്. ഇവിടെ ഫോണിൽ സിഗ്നൽ കിട്ടുന്നില്ല. ഹഗ് കൊടുക്കാൻ ഭയങ്കര നോക്കട്ടെ ഫോണൊക്കെ സ്ലോ മോഷൻ. വൈഫൈ ഉണ്ടോ ഇവിടെ? സിഗ്നൽ കട്ട് ചെയ്യാൻ പറയണം. വൈഫൈ പക്ഷെ എന്തായാലും ഒരു കണക്ഷൻ കാണുമല്ലോ നമുക്ക് ഇവിടെ അങ്ങോട്ട് മെസ്സേജ് ആക്കി കൊടുക്കാം. അത് സത്യമായിരുന്നു. എനിക്ക് പിന്നെ പറഞ്ഞൊരു ഫോട്ടോ എടുത്തിട്ടല്ല. പോലീസ് പിടിക്കാൻ വരുമ്പോ നമ്മള് സംസാരിച്ച് രക്ഷപ്പെടണം, അത്രേ ഉള്ളൂ. ഏറ്റവും കക്കാൻ പോ സരക്ക്, ഏറ്റവും കക്കാൻ പോ. ഇവനെ കൊണ്ട് അല്ല സരക്ക് കക്കണം. ഇവൻ വരുമ്പോ ഇവൻ അവിടെ ATM ഇങ്ങോട്ട് ഇട്ടോണ്ട് നിൽക്കണം. അവര് വന്ന് ഇവനെ പിടിച്ചിട്ട് നമ്മള് സംസാരിക്കാൻ പോലും വേണ്ട. കുറച്ച് ത്രില്ലിംഗ് വേണം, ത്രില്ലർ വേണം. അപ്പം അതപ്പോ വേറൊരു ഐഡിയ ഉണ്ട്. എങ്ങനെ അറിയാമോ? മറ്റേ ഒരു ബാഗ് ഉണ്ട്, ഒരു മറ്റേ ഡഫൽ ബാഗ് ഉണ്ടെന്നോ. അത് വെച്ചിട്ട് അതിന്റെ അകത്തൊരു തുണി സെറ്റാക്കി വെച്ചേക്കണം. എന്നിട്ട് ഒരു വളവ് ഇവൻ കാത്തു നിൽക്കണം സരക്കിന്. മനസ്സിലായോ? അപ്പൊ സരക്ക് ഇയാളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഓടിപ്പോയി ആ വളവ് തിരിയുമ്പോ ഡഫൽ ബാഗിൽ തുണി എടുത്തിരുന്നു. ഇവൻ സരക്കിന്റെ തുണി ഇട്ടോണ്ട് ഓടണം. എങ്ങനുണ്ട്? അപ്പൊ അങ്ങനെയല്ല, നമ്മള് ബുദ്ധി ഉപയോഗിച്ച് എസ്കേപ്പ് ആവുന്നതല്ല, എസ്കേപ്പ് ആവണം, സംസാരിക്കണം അല്ലേ? സംസാരിക്കണം. അല്ലാണ്ട് നമ്മള് അവരെ കാണാതെ പറ്റിച്ച് വേറെ ഐഡിയ ഉണ്ട് എന്റെ കയ്യില്. സംസാരിച്ച് നടക്കണം അവരെ. മറ്റേ പോലീസുകാരെ വരുന്നത് അയാളുടെ തന്തയ്ക്ക് വിളിക്കണം. അപ്പൊ അയാൾ ഷോക്കാവും.
അപ്പൊ രക്ഷപ്പെടണം. അതാകുമ്പോ അത് പിന്നെ തന്തയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് ഷോക്ക് ആവുന്നത് നമ്മളായിരിക്കും. അപ്പോഴേ കിക്ക് ചെയ്ത് വിടും. അതിനല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് ശരി, അത് ശരി. അങ്ങനെയാണെങ്കിൽ ഒരു കിടിലായിട്ട് റാഡ്മിനെ കൂടി എടുത്ത് വിളിച്ചു നിർത്തിയേക്കുക. അപ്പൊ പൊട്ടി കിട്ടും. വലിയ പാടൊന്നുമില്ല. രക്ഷപ്പെട്ടല്ലേ? രക്ഷപ്പെട്ടോ? കിടുക്കാച്ചി ബുദ്ധി. സിറ്റിന്ന് പുറത്താക്കി. ഈ തലവെച്ചല്ലേ നിക്കുന്ന നിങ്ങളോട് നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം. ചന്ദ്രനെ അയ്യോ അയ്യോ കാർലമാമന് ഇവന്റെ പേരെന്താ? ഏ എന്താ? സൗത്ത് സൗത്ത്. ആ ഈ സൗത്ത് എന്ന പേര് അത് വെറൈറ്റി. ഇവൻ നിങ്ങളെ ആരേജ് വരും? ഇത് മറ്റേ കെവിൻ ഇല്ലേ, കെവിൻ അവന്റെ അനിയൻ. അവന്റെ അനിയൻ ബ്രദർ. കാർലമാമനോട് നടക്ക് സത്തെ കുറച്ചാള് കാറൊക്കെ മേടിച്ചിരുന്നു നിനക്ക്. ഇവനെ കമ്പനിക്ക് ഇക്രുമോനാണ്. സെറ്റ് രണ്ടുപേരും കൂടി പോയാ മതി. പക്ഷെ അവന്റെ ഒരു പ്രശ്നം എത്ര അറിയാം, അവന് ഈ കൊച്ചു പിള്ളേരോട് അവന് പ്രായം കുറഞ്ഞോടെ പറ്റൂല. ഈ സൗത്തിന് ഇവന് കുറച്ച് പ്രായമുള്ളവരോട് നടക്കുന്നതിന് ഇഷ്ടം. എന്റെ അണ്ണനെ കണക്ക്. അല്ലല്ല, അപ്പാപ്പനെ പോലുള്ളവരടുത്താണ് അവന് താല്പര്യം. അപ്പാപ്പ ഒരു പയ്യന് താല്പര്യമുണ്ട് ചുരുങ്ങ. അപ്പാപ്പ നിങ്ങളൊരു കൊച്ചുമോൻ അവന്റെ ഒരു പയ്യന് താല്പര്യമുണ്ട്. ഈ പയ്യന് നിങ്ങളെ കൂടെ നിൽക്കണമെന്നാണ് ആഗ്രഹം. വേണ്ട നിക്കണ്ടോ പാവം. അങ്ങനെ ചെറുക്കനെ അതൊക്കെ കുഴപ്പം. ഭയങ്കര പൈസടാ. എന്തോ ചെറുക്കൻ പാവം ചെറുക്കന് വിഷമം. കുറച്ചൊക്കെ നമ്മള് ചില സമയത്തൊക്കെ ഇങ്ങനെ ആവണം. അങ്ങനെയാണെങ്കിൽ എന്നെ എല്ലാം പറഞ്ഞ കുഞ്ഞു മനസ്സിന്റെ അടുത്ത് കാര്യമൊക്കെ പക്ഷെ എന്തായാലും വിഷയം കേട്ടാ പാപ്പ, അത് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേ എല്ലാവർക്കും സ്ലോ ആവുന്നത് മാത്രമായിട്ട് വിഷമമുള്ളൂ. പാപ്പ നമ്മളൊക്കെ മൂണിലായിരുന്നെങ്കിലേ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് നമ്മൾ എന്തോരം കാര്യത്തിന് എന്തോരം പാടുകൊണ്ടിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര നേരം എടുക്കും. നമ്മള് സാധാരണ ആളുകൾ രാവിലെ മൂത്രം കഴിക്കുമ്പോഴേ സത്യം അധികം സമയം എടുക്കത്തില്ല. മൂത്രമൊക്കെ ഒഴിക്കാൻ വന്നിട്ട് ലാസ്റ്റത്തെ 2 തുള്ളിയൊക്കെ പോകാൻ വേണ്ടിട്ട് നമ്മള് എന്തോരം പാടുപെടേണ്ടി വരും അല്ലേ? അയ്യോ വേണ്ട, വേണ്ട കേട്ടാ, നമുക്ക് എർത്ത് തന്നെ മതി. ചുമ്മാ അല്ലേ നമ്മളെ മൂണില് വരട്ടെന്ന് പറഞ്ഞത് ആൾക്കാര്. അങ്ങനൊക്കെ പറഞ്ഞു. ഏതാ പറഞ്ഞത്? ഞാൻ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു. അപ്പാപ്പാ ഓ പറ മക്കളെ. നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്താലോ ഇവിടെ? ഓ ആക്ടിവിറ്റി ഉണ്ട് ഇവിടെ. ക്രിക്കറ്റ് ഒക്കെ വെച്ചപ്പോ കളി തുടങ്ങും. ബോളൊക്കെ അടിച്ചു ഏറിൽ ഇങ്ങനെ നിൽക്കും. ഇവിടെ റേസ് വെച്ചാലോ? എന്തോ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, എടുത്ത് മാറ്റിയിട്ട് റേസ് വെച്ചാലോ? നമുക്ക് എന്തെങ്കിലും പരിപാടി ഇവിടെ സെറ്റ് ചെയ്യണം. സീരിയസ്ലി അത് വേണം. ഇവിടെ സത്യം പറഞ്ഞ ഒരു മൈനിങ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് അങ്ങനത്തെ വേണ്ട, ജോലി ചെയ്യാൻ വയ്യ. ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും സംഭവം മതി. ജോലി വേണ്ട. ഫണ്ണായിട്ടുള്ള എന്ത് സംഭവം ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചാൽ ഇവിടെ അങ്ങനെയല്ലേ നമ്മൾ ഇനി ഇതിന്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി വെക്കണം. മനസ്സിലായി? ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള ഒരു സംഭവം സെറ്റ് ചെയ്യാം. അപ്പാപ്പാ ഹൈഡ് ആൻഡ് സീക്ക് സെറ്റ് ചെയ്യാം. അതിനെന്താ എന്തൊരു ഐഡിയ ഉണ്ടോ സെർക്കിന്റെ കയ്യില്? നമുക്ക് അതൊന്ന് ആലോചിച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ആക്കാം. എന്തൊരു സാധനം. ശരിയാ. പക്ഷെ ഒരു കാര്യമുണ്ട് അപ്പൊ ഞാൻ തന്നെ ആലോചിച്ച് ഞാൻ പറഞ്ഞു തന്നാ പിന്നെ എനിക്ക് വരുമ്പോഴത്തേക്ക് റിയാക്ഷൻ കാണൂല. എനിക്ക് ചെറുക്ക് ഒരു ത്രെഡ് പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട്? ആ ഓക്കെ സെറ്റ് ഓട്ട മത്സരോ? ഇവിടെ അവിടെ വരെ ഓടി എത്തുമ്പോഴത്തേക്ക് 4 മണിയാവും. നമുക്ക് സ്ക്വിഡ് ഗെയിം ആയല്ലോ ഇവിടെ. അത് നല്ലൊരു ഐഡിയ. പക്ഷെ അത് ഇവിടെ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അതാണ് പ്രശ്നം. അത് വേറെ ഇതാണ് ഞാൻ നിന്റെ ഒരു സ്ഥലത്ത് കൊണ്ടുവരാത്ത സൗത്തെ. വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ വന്ന് കൊച്ചു പിള്ളേരെ പോലെ കാണിക്കല്ലോ. സൗത്ത് ആരെ അനിയനല്ലായിരുന്നോ ഒരാളെ? ഇതിനിടയ്ക്ക് അങ്ങനൊക്കെ ഉണ്ടായല്ലേ ഇതൊക്കെ. പിന്നെ എനിക്ക് ഒന്നാമതേ നമുക്കൊക്കെ അപ്പ പറയാം. നമുക്കൊന്നും ഇവിടെ തന്തയില്ലാത്തവരാണ്. അതിന്റെ ഇടയിൽ പിന്നെ ഇതിന്റെ ഇടയിൽ ഇവരെയൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടാൻ. ഞങ്ങളുടെ അണ്ണനുണ്ട് സരക്കണ്ട. ഇത് അങ്ങനത്തെ നിങ്ങളുടെ അണ്ണനുണ്ട് തിരക്കണത്. എന്തൊക്കെയോ പറയുന്നത്. അച്ഛനില്ലെന്ന് പറയുമ്പോ അണ്ണ ഉണ്ടെന്നാണ് പറയുന്നത്. പകരം എന്തൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് അച്ഛനില്ല, ഇത് അച്ഛനെക്കാട്ടും പ്രായമുള്ള ഇവിടെ ആളുണ്ട്. അപ്പൂപ്പന്റെ പ്രായം ഒരാളുണ്ട്. ഒരുമിച്ച് പഠിച്ചാൽ മുടി നിറച്ചു